ഇവരുടെ കുടുംബങ്ങളും വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും തെറ്റിദ്ധരിക്കേണ്ട, സലീമിന്റെ മക്കളും ഭാര്യയാണ് ഇത് കേട്ടോ. ഞാൻ തനിച്ചാ വന്നിട്ടുള്ളൂ. അത് ഞാൻ കണക്കാക്കി അങ്ങനെ വന്നതാണ്. കാരണം ഒരു ദിവസം കണക്കാക്കി ഞങ്ങളൊരു വരവ് വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ശരി, മൈക്ക് കൊടുക്കാം. അപ്പൊ നമുക്ക് ഇവരെ പിന്നെ സലീം ഖാനും റിയാസ് ഖാൻ എന്ന് പറഞ്ഞാൽ അറിയില്ല. നമുക്കറിയുന്ന രണ്ടുപേരുണ്ടല്ലേ. എന്താണ് ഒന്ന് നമ്മുടെ പ്രിയപ്പെട്ട പാരിയാദനും ഒന്ന് നമ്മുടെ പ്രിയപ്പെട്ട ശീതളേട്ടനും അല്ലെ. നമുക്ക് അവരെ അങ്ങനെയാണ് അറിയപ്പെടുന്നത്. അപ്പം ഒത്തിരി സന്തോഷം. ഇത്ര ദൂരം സഞ്ചരിച്ച് ഇന്നലെ രാജേഷ് വോയിസ് മെസ്സേജ് കേൾപ്പിച്ചു തന്നു. എന്തായാലും ഞങ്ങൾ എത്തിയിരിക്കും എന്നുള്ള വോയിസ് മെസ്സേജ് ഞങ്ങളുടെ പ്രിയപ്പെട്ട നാട്ടുകാരൊക്കെ ഇപ്പൊ പ്യാരിയേട്ടൻ പറഞ്ഞത് പിന്നെ ഫോട്ടോ എടുത്ത് കുഴങ്ങി ഞാൻ കുറച്ചു നേരം അത് മാറിയിരിക്കട്ടെ എന്നാണ്. ഇത് ഞങ്ങളുടെ ഒരു ആവേശമാണ്. പ്രത്യേകിച്ച് രാജേഷ് ഈ പ്രദേശത്ത് എന്ന് അവന്റെ ജീവിതത്തിൽ താഴ്ചയോടുകൂടി തുടങ്ങിയോ ഇതൊക്കെ സർവേശ്വരൻ കൊടുത്തിട്ടും ഈ പ്രദേശത്ത് അവൻ ആദ്യം എങ്ങനെ ജീവിച്ചോ അതേ സ്റ്റാൻഡിൽ തന്നെ ഇവിടെയുള്ളവരെ കൂട്ടിപ്പിടിച്ച് ഇവിടെയുള്ള, കാരണം ഇന്നലെ ഞങ്ങൾ ഇവിടുന്ന് രാത്രി പോകുമ്പോൾ ഏതാണ്ട് 2 മണിയായിട്ടുണ്ട്. ഒരു 10-40 ആള് മേലെ ഇവിടെ ഉണ്ടായിരുന്നു. കാരണം അത്രയ്ക്കേറെ ഈ പ്രദേശവുമായി ഈ നാടുമായി അലിഞ്ഞു ചേർന്ന രാജേഷിന്റെ കുടുംബം. രാജേഷിനോട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. നമുക്ക് നമ്മുടെ കർത്തവ്യത്തിലേക്ക് കടക്കാം. പ്രിയപ്പെട്ട അപ്പാപ്പനെ സ്റ്റേജിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഓക്കെ, നമുക്ക് ഈ ബിൽഡിങ്ങിന്റെ ആദ്യ പടി മക്കളും കൂടെ കയറി വാ.